10 മണിക്ക് വരാന്ന് പറഞ്ഞാണ് മിഥു ചേട്ടാ. എങ്ങനെയെങ്കിലും ഈ കല്യാണം സെറ്റാക്കി തരണം. അനക്ക് അത്രയും ലീവ് ഉള്ളൂ. ഏടാ അതെല്ലാം ഞാൻ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അല്ലാണ്ട് ഇന്നെ കൂട്ടിയിട്ട് വരുവാ. എന്തെന്നാണ് ഇത്? ബാ നീ ബാ, ഇന്ന് നേരം ചുറ്റുപാടിലെങ്ങനെ? കുഴപ്പമൊന്നുമില്ല, നല്ല പെണ്ണാണ്. എല്ലാം മതിയില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ വിളിക്കാം. പ്രശ്നേച്ചേ ആരും ഇല്ലേ? ഞാൻ പറഞ്ഞ ചെക്കൻ വന്നിട്ടുണ്ട്. മോളിവിടെ ഇല്ലേ? അതെ അല്ലേ? എന്നാ പിന്നെ ചെക്കൻ ഇരിക്ക്. മിഥു അവിടെ ഇരിക്കേ, അത് നോക്കണ്ട, ഇരിക്ക്. കൊണ്ടുപോകാനും പറ്റുന്നതാ ഓന്റെ ജോലി? നല്ല പ്രശ്നേച്ചേ നല്ല കമ്പനിയിലൊക്കെ ഗൾഫിലാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡാണ്. അല്ലടാ? ഞാൻ ദുബായിൽ സൂപ്പർവൈസറാണ്. അതെ അല്ലേ? കണ്ടാ പ്രശ്നേച്ചേ, ഇവന്റെ സെറ്റപ്പ് ഉണ്ടല്ല, നിങ്ങൾക്ക് അറിയായിട്ടാണ്. 2 നില വീടും പെങ്ങന്മാരെല്ലാം കല്യാണം കഴിഞ്ഞ് ഒരു ബാധ്യതയില്ല ചെക്കൻ. ഇപ്പം അത്രയും നല്ല ഇതിലാവുള്ള കൊണ്ടുപോകും. പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ ഓൻ്റെ അമ്മേന്റെ ഒരു വിഷമാന്ന് പോലെ അതും കൂടി ഇതായി കഴിഞ്ഞാണ്ടല്ല, നിങ്ങൾ മോക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ബന്ധമായത്. അത് തട്ടിക്കളയല്ല, അത്രയും ഇതിലാ ഞാൻ പറയുന്നത് നിങ്ങളോട്. അയ്യോ നല്ല ഗൾഫാണപ്പ. അങ്ങനെ പറയല്ല. നീ പോയിട്ട് വണ്ടിയിലിരിക്കും, ഞാനിപ്പോ വരാട്ടാ. മോളെ, ഇത് നല്ലൊരു ആലോചന കേട്ടാ. ചെക്കൻ നല്ല ഗൾഫാണ്. നിങ്ങൾ +2 പഠിച്ചു എന്ന് പറഞ്ഞില്ലേ? ബികോം എല്ലാം കഴിഞ്ഞ് ചെക്കനാണ്. ഒഴിവാക്കണ്ട കേട്ടാ. ഗൾഫ് വേണ്ട രാജേഷ്, അതാണ്. പിന്നെ ഒരുപാട് ഗൾഫുകാർ വന്നു, വേണ്ട. പിന്നെ അവര് നല്ല ഗവൺമെന്റ് ജോലിക്കാരനുണ്ടെങ്കിൽ നീ കൂട്ടി. എന്നാ പിന്നെ ശരി, എന്നാല് ഞാനൊന്നാ പോയേ. കസേരയും ഇല്ല, വീടും ഇല്ല, ഓട എളിയിട്ട് നിൽക്കുന്നു. രാവിലെ തന്നെ കെട്ടും മുട്ടും എടുത്തിട്ട് വെറുതെ ഇങ്ങോട്ടേക്ക് വന്നു. പോയേ കാണും അഹങ്കാരത്തിന്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. അമ്മേ, അവരല്ലേ അവിടെ ഇരിക്കുന്ന അന്ന് പെണ്ണാണാൻ വന്നവര്? മിഥു, അന്ന് കാണാൻ വേണ്ടി പോയ കുട്ടിയല്ലേ വരുന്നത്? കുട്ടീന്റെ അമ്മയും? +2 കാര്യല്ലേ? അതെ, ഒന്ന് പോയി സംസാരിക്കട്ടെ. ഒന്ന് പ്രസന്നേച്ചല്ലേ ഇത്? എന്താണപ്പോ നേരത്തെ വന്ന അമ്പലത്തില് ഭക്ഷണം കഴിച്ചാ അല്ലേ? പിന്നെ ഇവളത് എന്തായി കാര്യം? ഒന്നും ശരിയായില്ല. അതെ അല്ലേ? അന്ന് വീട്ടിൽ വന്ന മിഥുവല്ലേ ഇത്? അതെ, അവനെന്നെ. ഓന്റെ കല്യാണം ശരിയായ? ഓന് ഗവൺമെന്റ് ജോലിയുള്ള പെണ്ണൊന്നും വേണ്ടപ്പാ. ശരി, എന്നാല് വരുന്നേ. മിഥു, അവരാണല്ലോ നടന്നു വരുന്നത്. ഞാൻ അവരോട് വരുന്നോന്ന് ചോദിക്കട്ടെ പോയിട്ട്? ഒന്ന് ചോദിച്ചിട്ട് വരാം, അതല്ലേ ഒരു മര്യാദ. പ്രശ്നേച്ചി ഇങ്ങ് വാ. നിങ്ങൾ നാട്ടിലേക്കല്ലേ പോകുന്നത്? നമ്മളെ നാട്ടിലേക്കാണ് വരുന്നത്. നമ്മളിപ്പോ കാരണം അല്ല, നമ്മൾ അങ്ങോട്ടേക്ക് തന്നെയാണ്. എന്ന് വെച്ചാൽ വേറെ ആരും ഇല്ലല്ലോ, ഞാനും ഇതുവല്ലേ ഉള്ളൂ. അങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ ഒരുമിച്ച് കാറിന് പോവാന്നേ. വാ. എടാ ഇത് ഒന്ന് നിർത്തടാ. നിന്റെ വീട് ഇടിയില്ലേ? ഒന്ന് അമ്മേനെ കുറെ ആയില്ലേ കാണാതെ. ഒന്ന് അമ്മേനെ കണ്ടിട്ട് വരാം. ഞാൻ ഒന്ന് ഇവന്റെ അമ്മേനെ കണ്ടിട്ട് വരട്ടെ. നിങ്ങൾ വരുന്ന കാണേ? ഇല്ലപ്പാ, വരുന്നില്ല. എന്നാലും ഒന്ന് കണ്ടൂടെ? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ചേച്ചി പഠിക്കൊന്നും വേണ്ട, ഇങ്ങനെ ആയിരിക്കും. ഇതെന്റെ ടീച്ചറല്ലേ? എനിക്ക് ടീച്ചറെ മോനാണ് ഇത്. അതെ, എന്റെ മോനാണ്. അതെയാ? പിന്നെ അവനെ അറിയാ? അറിയാ. മോളെന്താ പഠിക്കുന്നേ?
അവള് +2 കഴിഞ്ഞതാണ്. തന്നെ 9ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറായിട്ട്. മോന്റെ കല്യാണമെല്ലായിട്ടുണ്ട്. അടുത്ത ആഴ്ച നിശ്ചയാണ്. അതെ അല്ലേ? എവിടെയാണ് പെണ്ണ് ശരിയായത് ടീച്ചറെ? കമ്പിലാണ്. രാഘവ മാഷില്ലേ, അവരെ മോളാണ് കൊടുക്കുന്നത്. വാ, ഇപ്പം കർഷക അവാർഡ് വാങ്ങിയ മാഷല്ലേ? അവരെ പ്രശ്നേച്ചി, കുട്ടി +2 കാരിയല്ല, കുട്ടി വക്കീലാന്ന് കേട്ടാ. അമ്മ നമുക്ക് പോവാം. നമ്മൾ ഇറങ്ങട്ടെ ടീച്ചറെ. കല്യാണം വിളിക്കും. അതെ അല്ലേ? വരണം കേട്ടാ. ശരി എന്നാ. ടീച്ചറെ എന്നാ പിന്നെ നമ്മൾ ഇറങ്ങാം. ശരി എന്നാണ് ടീച്ചറെ. അമ്മ കണ്ട, ഗവൺമെന്റ് ഉദ്യോഗം എന്ന് പറഞ്ഞിട്ട് നിങ്ങള് എല്ലാ കല്യാണാലോചനയും മുടക്കിയിട്ടില്ലേ? എന്ത് തന്നെ ചെക്കനും ഒന്ന് കുടുംബം നോക്കിയാട്ടെ. നല്ല തെറ്റിലായ ചെക്കൻ. നിങ്ങള് ഗൾഫുകാരനെ പുച്ഛിച്ചിട്ടില്ലേ? എല്ലാ കല്യാണാലോചനയും മുടക്കിയിട്ടില്ലേ? അവരെ ചുറ്റുപാടൊന്ന് അന്വേഷിച്ചു നോക്കിനാ. ഇപ്പൊ നോക്കിയാട്ടെ. ഇനി ഒരു കൂലിപ്പണിക്കാരന്റെ ആലോചന വന്നാല് ഞാൻ ഓക്കെ പറയും, അത് എനിക്ക് ഇഷ്ടമാണെങ്കിൽ.